ബാലകുഞ്ഞ്, ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഡ്രൈവ് ചെയ്യില്ല. ഞാൻ മതിൽ ചാടി വന്നേക്കാം. സൂക്ഷിച്ചിറങ്ങ. ആ കാണുന്നതാണ് നിങ്ങളുടെ മുത്തച്ഛന്റെ ബംഗ്ലാവ്. അങ്കിൾ പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടല്ലോ. എനിക്ക് ധൈര്യമായിട്ട് പൊക്കോ. അങ്കിൾ അപ്പുറത്തോട്ട് വന്നേക്കാം. ചെല്ലേ. ഗുഡ് മോർണിംഗ് അങ്കിൾ. യെസ് യെസ്, ഗുഡ് മോർണിംഗ്. മുത്തച്ഛന്റെ മുറി ഏതാ? മുത്തശ്ശനോ? അതാര്? വിശ്വനാഥ മേനോൻ എന്ന് പറയുന്ന. ഏമാനോ? ദാ മുറി കാണും. താങ്ക് യു അങ്കിൾ. അയ്യോ, ചെല്ല് ചെല്ല്. വെരി ഗുഡ്, വെരി ഗുഡ്, ഏതാ പിള്ളേര്? വെരി ഗുഡ്. ആർക്കറിയാം? അവരങ്ങോട്ടോടെ പോയതാ. അങ്ങുന്നിനെ കാണണമെന്ന് പറഞ്ഞു. ആവശ്യം? അന്വേഷിച്ചില്ല, പറഞ്ഞൂല്ല. താൻ ഏത് കോത്താസുകാരനാണല്ലോ? കോത്താഴമല്ല, മാള. ഞാൻ മാളക്കാരനാന്നേ. ഗുഡ് മോർണിംഗ് മുത്തച്ഛ. മുത്തശ്ശനെ ചെവി കേട്ടോടാ. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. ഏതാ നിങ്ങൾ? മനസ്സിലായില്ലല്ലോ. ഞാൻ ലേഖ. ഞാൻ ബാബു. ഞാൻ കണ്ണൻ. ഞാൻ കവിത. ഇവിടെ എന്തിനു വന്നു? മുത്തച്ഛനെ കാണാൻ. മുത്തശ്ശനോ? ഏത് മുത്തശ്ശൻ? ഈ നിൽക്കുന്ന മുത്തച്ഛൻ. മനസ്സിലാകുന്ന വിധത്തിൽ പറയൂ. നിങ്ങൾ ആരാ? ഞങ്ങള് മുത്തച്ഛന്റെ മോന്റെ മക്കളാ. ഞങ്ങളുടെ അച്ഛന്റെ പേര് മുത്തച്ഛൻ മറന്നുപോയോ? ജയദേവൻ. ജയദേവന്റെ മക്കളോ? ഏതാ ഈ പിള്ളേര്? ഞങ്ങൾ ഇവിടുത്തതാ. ഇവിടുത്തതോ? ജയദേവന്റെ മക്കളാണത്രേ. ജയദേവന്റെ മക്കളോ? അവർ മദ്രാസിലല്ലേ? ഞങ്ങൾ അവിടുന്നാ വരുന്നേ. എന്തിനു വന്നു? പറയുമ്പോഴേ ഇവിടെ എന്തിനു വന്നു? അതൊക്കെ പിന്നെ പറയാം. വേഗം കാപ്പി ഉണ്ടാക്ക്. കുട്ടികൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങൊന്നും കൊച്ചിന്റെ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയുമോ കുഞ്ഞെ? അതൊന്നും സാരമില്ല. ഉള്ളതൊക്കെ എടുത്തു വെക്ക്. ഞാൻ അവരെ വിളിച്ചോണ്ടിരാം. ശരി കുഞ്ഞെ. അച്ഛന്റെ അവകാശം പറഞ്ഞ് ഇവിടെ കഴിയാമെന്ന് വിചാരിച്ചാണ് വന്നത്. അത് നടപ്പില്ല. വേഗം സ്ഥലം വിട്ടോ. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോവാൻ. ഹരിതമാവാ, ഈ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത്. ഏതാ ഈ പിള്ളേര്? ഇവര് പറഞ്ഞില്ലേ നമ്മുടെ ജയേട്ടന്റെ മക്കളാണമ്മേ. അത് ബാലിനെങ്ങനെ അറിയാം? ഞാനല്ലേ അമ്മാവ ഇവരെ മദ്രാസിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന്. നീയോ? എന്തിനു കൂട്ടിക്കൊണ്ടുവന്നു? അതെല്ലാം ഞാൻ സാവധാനം പറയാം. ഇവർക്ക് വല്ലാതെ വിശക്കുന്നുണ്ടാവും. ഇന്നലെ പോലെ യാത്ര ചെയ്യാം. വാ. ആഹാ, അപ്പൊ ഇതിന്റെ പിന്നിൽ ഇവനാണല്ലേ? ഈ വീട്ടിൽ എന്നെ ധിക്കരിക്കാൻ ഒരാളോ? അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. ഈ പിള്ളേരെ കയ്യോടെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. കാപ്പിയൊക്കെ വല്ല കാപ്പിക്കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കട്ടെ. ചേട്ടൻ വാ. ആഹാ, നിങ്ങൾ കഴിച്ചോ? എടാ ബാല, നീ ആരോട് ചോദിച്ചോണ്ടാ ഈ പിള്ളേർക്ക് കാപ്പി കൊടുത്തത്? അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ. എടാ, ഇവരുടെ തന്തയുടെ പേര് കേൾക്കുന്നത് പോലും അമ്മാവന് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അമ്മാവനെ ധിക്കരിക്കാൻ മാത്രം നീ വളർന്നോടാ. എടാ വളർന്നോടാ. നിങ്ങൾ ഇത് കഴിക്കേ. ഇനി നിങ്ങൾക്കൊന്ന് വിശ്രമിക്കണ്ടേ? വാ, ഈ മുറിയിലാവാം.
അച്ഛന്റെ മുറിയായിരുന്നു. തുറന്നിട്ട് കുറെ കാലമായി. ഈ മുറി എന്തിനു തുറന്നു? ആരോട് ചോദിച്ചോണ്ട് തുറന്നു? ബാലനോടാ ചോദിച്ചത്. എന്റെ അനുവാദമില്ലാതെ എന്തിനീ കുട്ടികൾ ഇതിനകത്ത് കയറ്റി? ഈ കുഞ്ഞുങ്ങളുടെ പ്രായം മുതൽ ഇവരുടെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണിത്. ഈ മുറി ഇവരൊന്ന് കാണുമെങ്കിലും ചെയ്തിട്ടമ്മാവാ. ഇവരെ ഇപ്പൊ ഇത് കാണിച്ചിട്ട് നിനക്കെന്ത് വേണം? ഞാൻ അമ്മയോടല്ല സംസാരിക്കുന്നത്, അമ്മാവനോടാ. അച്ഛൻ ചെയ്ത തെറ്റിന് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ശിക്ഷിക്കണം? ബാല! അമ്മാവന്റെ ഒരേ ഒരു മകനായിരുന്നു ജയേട്ടൻ. ഒറ്റ മകനായിട്ട് പോലും അമ്മാവനെ ധിക്കരിച്ചപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു പരാതി പോലും പറയാതല്ലേ ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മയോടൊന്നിച്ച് ജയേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അതിനുശേഷം അമ്മാവൻ അവരെ കണ്ടിട്ടുണ്ടോ? ഇന്നിപ്പോ ജയേട്ടനും ഭാര്യയും ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. എല്ലാം തികഞ്ഞ് ഇവരുടെ മുത്തച്ഛൻ ഇവിടെ ഇങ്ങനെ കഴിയുമ്പോ ഈ കുഞ്ഞുങ്ങൾ മദ്രാസിൽ കിടന്ന് ഇങ്ങനെ നരയിക്കേണ്ട കാര്യമുണ്ടോ അമ്മാവ? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കുട്ടികളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തീർച്ചയാണോ? തീർച്ച. എങ്കിൽ ഈ കൊച്ചുമക്കളെ മുത്തച്ഛൻ തന്നെ ഇവിടെ ഇറക്കി വിട്ടേക്കും. ചേച്ചി, നമുക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട, പോകാം. കവിതേ, നമുക്ക് പോവാം. ചേച്ചി, നമുക്ക് ഈ ഫോട്ടോ കൂടെ കൊണ്ടുപോകാം. മുത്തച്ഛ, ഞങ്ങള് പോകുന്നു മുത്തച്ഛ. നല്ല മുത്തച്ഛനാണെന്ന് പറഞ്ഞ അങ്കിള് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത്. മുത്തച്ഛൻ പെണങ്ങണ്ട, ഞങ്ങള് പോയിക്കോളാം. ഞങ്ങളുടെ അച്ഛന്റെ ഈ ഫോട്ടോ കൂടി ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ മുത്തച്ഛ? വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട മുത്തശ്ശ, ഇത് മാത്രം മതി. ഞങ്ങൾ പോകുന്നു അങ്കിൾ. പണിക്കരെ, എന്താ കുഞ്ഞെ? കുട്ടികളെ തിരിച്ചു വിളിക്കാൻ. കുട്ടികളെ തിരിച്ചു വിളിക്കാൻ. മക്കളെ, അങ്ങനെ വിളിക്കുന്നു മക്കളെ. വാ, വരൂ മക്കളെ, വാ.
ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. വരൂ മക്കളെ. ബാല, ബാല, ഇങ്ങ് വാ. നീ എന്തിനാ പിള്ളേരെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? അവരിത് എവിടെ താമസിപ്പിക്കാൻ പോകുന്നു? താമസിപ്പിക്കാനാണ് അമ്മയെ വിളിച്ചോണ്ടെന്ന്. അവരുടെ അച്ഛന്റെ വീടല്ലേ, മുത്തച്ഛന്റെ സ്വത്തല്ലേ, അവർ താമസിക്കട്ടെ. മണ്ണാൻ കട്ട. എടാ, ഇത് നിനക്കുള്ള സ്വത്താ. ജയദേവൻ വീട് വിട്ടു പോയപ്പോ എന്നെയും നിന്നെയും ചേട്ടൻ ഇവിടെ വിളിച്ചു നിർത്തിയത് അതിനു വേണ്ടിയാ. നിനക്ക് ഇത്രയും ബുദ്ധിയില്ലാതായിപ്പോയല്ലടാ മോനെ. ബുദ്ധി അല്പം കുറഞ്ഞാലും ആശുപത്രി കിടക്കാൻ എനിക്ക് വയ്യമ്മേ. ആശുപത്രിയിൽ എങ്ങനെ കിടക്കുന്നത്? അർഹതയില്ലാത്ത സ്വത്ത് കൈവന്ന ആശുപത്രിയിൽ നിന്ന് മാറാൻ സമയമുണ്ടാവില്ല. അമ്മയെ പോലുള്ളവർ കാലത്തും വൈകിട്ടും ഇതൊരു 10 പ്രാവശ്യം വീതം പറഞ്ഞാൽ ഡയബറ്റീസിൽ നിന്ന് രക്ഷപ്പെടാം. എന്റെ ഭഗവതി, ഇവൻ ഇങ്ങനെ തലതിരിഞ്ഞു പോയല്ലോ. ഏതായാലും കുട്ടികളെ ഇനിയും തിരിച്ചയക്കുന്നില്ല. ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാനാണെങ്കിൽ അതിനുള്ള സമയവും കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത സ്കൂൾ വർഷം തുടങ്ങുന്നതുവരെ ഒരു ട്യൂഷൻ മാഷ് ഏർപ്പാട് ചെയ്യാം. ട്യൂഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സമർത്ഥനായിരിക്കണം. ഇവിടത്തെ ചിട്ടയ്ക്ക് ചേർന്ന ഒരുത്തനുണ്ട്, കാലൻ. കാലനോ? അല്ല, സാക്ഷാൽ ഡിസിപ്ലിൻ ഡിസ്ക്രൂസ് മാസ്റ്റർ. ഇന്ന് കാണുന്ന പല MLA മാർക്കും ട്യൂഷൻ എടുത്തിട്ടുള്ള ആളാ. എങ്കിൽ അയാളെ ഈ ഗേറ്റിനുള്ളിൽ കടത്തിക്കൂടാ. അല്ല, വന്നോട്ടെ. വന്ന് ഒരു ചെറിയ ട്യൂഷൻ കഴിഞ്ഞിട്ട് വേണോ വേണ്ടെന്ന് തീരുമാനിച്ചാ പോരെ? ആ ശരി, ഏർപ്പാട് ചെയ്തോളൂ. ഓ, പിന്നെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാ അത് വാങ്ങിക്കോളൂ. ഓ, അപ്പോ നാളെ തന്നെ ട്യൂഷൻ മാഷോട് വരാൻ പറയാം. ഇവിടെ ഇപ്പൊ ആർക്കാ ട്യൂഷൻ? പണിക്കരോട് ചോദിക്കേ, പണിക്കര് പറയും. പണിക്കരെ, ഇവിടെ ആർക്കാ ട്യൂഷൻ? ബാലൻകുഞ്ഞോട് ചോദിക്കും, ബാലൻകുഞ്ഞ് പറഞ്ഞു തരും. അല്ല പിന്നെ സായിപ്പ് എങ്ങോട്ടാ? എന്തോ വേണം? ആരെ കാണണം? പണ്ടാരത്തിന് ചെവിയും കേട്ടുകൂടെ? താരാരാ? ഞാൻ സരസപ്പൻ. എന്താ പണി? ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്രൈവർ പോയി കാർ ഓടിക്കണം. ഞാൻ ഇവിടുത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വന്നതാണ്. ട്യൂഷൻ മാസ്റ്റർ ഡിസിപ്ലിൻ ഡിക്രൂസ്. അണ്ടർസ്റ്റാൻഡ്? എന്റെ അച്ഛോ, മാഷേ പെട്ടിവിട്, മാഷേ പെട്ടിവിട്. എടോ, ഇത് എന്നെ പറ്റി. ആയിക്കോട്ടെ, സരസനും പെട്ടി ആത്തോണ്ട് തരാം. മാഷ് മുമ്പേ ഇറങ്ങും. എങ്കിലേ നേരത്തെ പറയാൻ പാടില്ലോ. വെരി ഗുഡ് സേ. കം ഓൺ. ഹലോ മിസ്റ്റർ പണിക്കർ. മതി മതി. സരസപ്പ, പെട്ടി മാഷ് കൊള്ള മുറി കൊണ്ടുവയ്ക്കൂ. ഏത് മുറിയാ പണിക്കരേട്ടാ? തൽക്കാലം കോഴി അടയിരിക്കുന്ന മുറി ആയിക്കോട്ടെ. അപ്പൊ കോഴിയോ? പെടക്കോഴിയല്ലേ? അവിടെ ഇരുന്നൂട്ടെ. ഒന്നുമല്ലെങ്കിൽ എനിക്കൊരു കൂട്ടായല്ലോ. ഓക്കെ ഓക്കെ. ഇതാണ് ഡിസ്ക്രൂസ് മാസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കും മാസ്റ്റർ. താങ്ക് യു. മാസ്റ്റർ ട്യൂഷൻ പണി തുടങ്ങിയിട്ട് എത്ര വർഷമായി? 1947 നമ്മുടെ വാർ കഴിഞ്ഞോടെ തുടങ്ങിയതാണ്. ഞാൻ ട്യൂഷൻ എടുത്തുള്ള പലരും ഇന്ന് ഗവർണർമാരാണ്. എന്നിട്ട് MLA മാരാണെന്നാണല്ലോ പണിക്കര് പറഞ്ഞത്. അത് നോൺസെൻസ്, വിവരദോഷം. 4 കുട്ടികളുണ്ട്. മദ്രാസിൽ പഠിച്ചു വളർന്നവരാ. അത് സാരമില്ല. ആഫ്രിക്കയിലുള്ള കാപ്പിരി കുട്ടികളെ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പഠിത്തം മാത്രമല്ല, അവരുടെ സ്വഭാവത്തിന്റെ കാര്യം കൂടി മാസ്റ്റർ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം പറയണോ? മൈ നെയിം ഈസ് ഡിസിപ്ലിൻ ഡിക്രൂസ്. അനുസരണ ഇല്ലാതെ വളർന്ന കുട്ടികളാ. നല്ല അടി കൊടുത്ത് പഠിപ്പിക്കണം. നോ, ചൂരൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മാഷേ, ഇതെന്തിനാ? അഴകെട്ടാനാണോ? തുണിയിടാൻ? ഏയ്, കുട്ടികളെ അടിക്കാനുള്ളതാണ്. പക്ഷെ ഇതുകൊണ്ട് എങ്ങനെ അടിക്കും? ഇതെന്റെ സ്പെഷ്യൽ വടിയാണ്. ആവശ്യം വന്നാൽ കസേര ഇരുന്നുകൊണ്ട് തന്നെ 4 കുട്ടികളെയും ഒരേ സമയത്ത് അടിക്കാം. ശരി പണിക്കരെ, മാഷെ കൂട്ടിക്കൊണ്ടുപോയി കുട്ടികളിരിക്കുന്ന മുറി കാണിച്ചോട്. മാഷ് വരൂ. മാഷേ, ചേട്ടന് ഇതൊരാവശ്യമില്ലാത്ത പണിയായിപ്പോയി. ഏത്? ഈ കുട്ടികളോട് താമസിപ്പിച്ചത്. ഏതായാലും താമസിച്ചു തുടങ്ങിയില്ലേ, ഇനി അവർ പഠിക്കട്ടെ. ഇതാണ് നിങ്ങളുടെ ട്യൂഷൻ മാസ്റ്റർ ഡിസ്ക്രൂസ്. ഡിസിപ്ലിൻ ഡിക്രൂസ്. യെസ്, ഡിസിപ്ലിൻ.
ഇദ്ദേഹം റെയിൽവേയിൽ കൽക്കരി മാഷായിരുന്നു. ഇതാണ് കുട്ടികൾ. ഇനി മാഷ് പ്രയോഗം തുടങ്ങിക്കോളൂ. ഓ പിന്നെ ആരോടാ? ഓ എല്ലാരും ഇരിക്കുകയാണല്ലേ. ഓ സ്റ്റാൻഡ് അപ്പ്. റൈറ്റ് ഹെഡ് ഫ്രണ്ട്, ലെഫ്റ്റ് ഹെഡ് ഫ്രണ്ട്, സിറ്റ്. സൈലൻസ്. എന്നെ എവിടെ വെച്ച് കണ്ടാലും പാതിരാത്രിയാണെങ്കിലും ഗുഡ് മോർണിംഗ് പറയണം. എന്ത് പറയണം? ഓക്കെ. പാഠം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിന്റെയൊക്കെ ആൻസൈറ്റ് ഒന്ന് കാണണം. അതായത് കൈപ്പട. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കൂ. അണ്ടർസ്റ്റാൻഡ്? ആ വിശ്വനാഥമേനോൻ ഹിയർ. ഓ ബാലനോ? തോട്ടത്തിൽ മരുന്നടിച്ചു കഴിഞ്ഞോ? ആ എങ്കിൽ ആ ഹെലികോപ്റ്ററുകാരന്റെ കണക്ക് തീർത്ത് അവരെ പറഞ്ഞയച്ചേക്ക്. ശമ്പളം കൊടുക്കാനുള്ള പണം നാളെ ഇവിടെ ഒന്ന് ബാങ്കിൽ നിന്ന് എടുത്താൽ മതി. ആ നീ നാളെ തന്നെ വരില്ലേ? ഓക്കെ. എല്ലാരും എഴുതിയോ? വെരി ഗുഡ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കണക്കിട്ട് തരാം. ആരാടാ ഈ പടം വരച്ചത്? എടാ ആരാണെന്ന്? ഞാനാ മാഷേ. ആരുടെ പടമാടാ ഇത്? മാസ്റ്ററുടെ. ഞാനാ വരച്ചത്. ചേട്ടന്റെ തലല്ലേ മാഷേ? അല്ല മാഷേ, ഞാനാ വരച്ചത്. ഞാനാ വരച്ചത് മാസ്റ്ററെ. ഇനി ഞാനോ മറ്റോ ആണോ ഉറക്കത്തി വരച്ചത്? നോ. എല്ലാവരും കള്ളം പറയും. ആദ്യം പറഞ്ഞ ആളിന് ഒരടി, രണ്ടാമത് പറഞ്ഞ ആളിന് 2 അടി, മൂന്നാമത് പറഞ്ഞ ആളിന് 3 അടി, വരച്ചവന് 6 അടി. നീട്ടാ. 1 2 1 2 3. നീട്ടാ. 1 2 3 4 5 6. ഒത്തിരി എന്താ കണ്ണ? മുട്ട വടിയോണ്ട് അടിച്ചോ പിന്നെ നോവാതിരിക്കോ? എന്റെ കൈ വടിയുടെ അറ്റമേ കൊണ്ടുള്ളൂ. ഈ ചേർത്തോൻ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? അയാൾ നാളെയോ അടിക്കും. ചേച്ചി നമുക്കൊരു പണി ചെയ്താലോ? എന്താ കണ്ണ? അയ്യോ എന്നെ ഒന്ന് രക്ഷിക്ക. അയ്യോ അയ്യോ അയ്യോ. സത്യം പറയണം. എന്തിനാ മാസ്റ്റർ പേടിപ്പിച്ചത്? എടി പറയടി, എന്തിനാ മാസ്റ്റർ പേടിപ്പിച്ചതെന്ന്? കണ്ണനെ തല്ലിയിട്ടാ. ആര് തല്ലിയാലും പേടിപ്പിക്കുമോ? ആ പേടിപ്പിക്കും. അമ്പടെ ചിടുങ്ങ. നീയാണ് ഇവിടെ കാശാനല്ലേ? ഈ മാമൂടിയൊക്കെ എവിടുന്ന കഴിച്ചത്?
ഞങ്ങൾ കൊണ്ടുവന്നതാ. എന്തിനു കൊണ്ടുവന്നു? തല്ലുന്നവരെ പേടിപ്പിക്കാൻ. എങ്കിൽ നീ എന്നെ പേടിപ്പിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. നീട്ടടാ കൈ. എടാ നീട്ടാ. നീട്ടാ. നിന്നെ ഞാൻ അവരെ തല്ലണ്ട, നിങ്ങൾ മുറിപ്പിക്കും. പോകാൻ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ചേട്ടാ. ഒരക്ഷരം പഠിക്കില്ല. തല്ലിയ പേടിപ്പിക്കും പോലും. കുട്ടികൾ പേടിപ്പിച്ച പേടിച്ചോടുന്ന മാസ്റ്റർ എന്തിനുള്ളതാണ്? തനിക്ക് എവിടുന്ന് കിട്ടിയോ ഇയാളെ? തന്റെ ഒരു ഡിസിപ്ലിൻ ക്രൂസ്. അയാൾ ഉറക്കത്തിലായതുകൊണ്ട് പേടിച്ചു പോയതാ. അയാൾ എക്സ് റെയിൽവേയാ. ഞാൻ പോയി വേണമെങ്കിൽ വിളിച്ചോണ്ടിരാ. വേണ്ട വേണ്ട, അയാളെ ഇനി ഇവിടെ വേണ്ട. ഞാൻ ആ പ്രിൻസിപ്പൽ ഗോപാലമെന്നെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അദ്ദേഹം വിചാരിച്ച ഒരു ട്യൂഷൻ മാസ്റ്റർ അയച്ചു തരാൻ കഴിയും. എനിക്കതല്ല പേടി, ആ മുഖംമൂടി ആപത്താ. സാക്ഷാൽ മുഖംമൂടിക്കാര് വരുമ്പോ പിള്ളേരാണെന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കും. അവര് തലയും വെട്ടിക്കൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും. ശരിയാണല്ലോ വിളിക്കലേ. പിന്നെ താനൊരു കാര്യം ചെയ്യും. ആ മുഖംമൂടി ഒക്കെ എടുത്ത് കത്തിച്ചതാ. നല്ല ശിക്ഷയായി പോയി. ഇപ്പൊ എടുക്കാൻ ചെന്നാലേ പിള്ളേരെന്നെ തിന്നു കളയും.